കഴിഞ്ഞ വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുടെ വർഷമായിരുന്നു. മോഹൻലാൽ ഒരുപാട് പ്രതീക്ഷിച്ച് ചെയ്ത 2 ചിത്രങ്ങൾ പരാജയപ്പെട്ടു. 2 ചിത്രങ്ങൾ പരാജയപ്പെട്ടതിൽ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് ബറോസ് എന്ന ചിത്രത്തിന്റെ പരാജയമാണ്. മോഹൻലാൽ തന്നെയായിരുന്നു അതിന്റെ സംവിധായകൻ. എന്നിട്ടും ആ ചിത്രം പരാജയപ്പെട്ടത് മോഹൻലാലിന് വലിയ തിരിച്ചടിയായി മാറി. ഈ വർഷം മോഹൻലാൽ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും അതിന്റെ റിലീസ് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിഗതി ഉണ്ടായി. ആദ്യമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ഒരു റിലീസ് മാറ്റിവെക്കുന്നത്. അത്രയും പ്രശ്നങ്ങൾ മോഹൻലാലിന്റെ താരമൂല്യത്തിൽ ഉണ്ടായി എന്നത് ഉറപ്പ്. പക്ഷേ ലാൽ തിരിച്ചു വരുന്നു. മോഹൻലാലിന് തിരിച്ചു വന്നല്ലേ പറ്റൂ. മോഹൻലാൽ തിരിച്ചു വരുന്നത് 2 ചിത്രങ്ങളിലൂടെയാണ്. ഒന്ന് എമ്പുരാൻ, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനിലൂടെ ശക്തമായ ഒരു തിരിച്ചുവരവ് മോഹൻലാൽ നടത്താൻ ഒരുങ്ങുന്നു. അതിനു പുറമെ ദൃശ്യം 3 അതും ഒരുങ്ങുന്നു അണിയറയിൽ. ദൃശ്യം 3 ഒരുങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ മോഹൻലാലിന്റെ ഒഫീഷ്യൽ പേജിൽ പുറത്തുവിട്ടു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സിനിമയാണ്. ദൃശ്യം എന്ന സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും ബ്രില്യൻ്റായ കുറ്റാന്വേഷണ ചിത്രമാണ്. ഒരു കുറ്റവാളി എങ്ങനെ പോലീസിനെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രമേയം. അതാണ് ദൃശ്യത്തിന്റെ പ്രത്യേകത. ദൃശ്യം 2 വൻ വിജയമായിരുന്നു. ദൃശ്യം 2 OTT-യിലാണ് റിലീസ് ചെയ്തത്. ദൃശ്യം 2 OTT-യിലാണ് റിലീസ് ചെയ്തത്. OTT-യിൽ റിലീസ് ചെയ്തിട്ടും ദൃശ്യം 2-നെ പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇപ്പോഴാ ദൃശ്യം 3-യുമായി നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തുന്നു. വമ്പൻ പ്രോജക്റ്റുകളുമായി നഷ്ടപ്പെട്ട താരമൂല്യം തിരിച്ചു പിടിക്കാൻ മോഹൻലാൽ എത്തുന്നു. പണ്ട് മോഹൻലാലിന്റെ സിനിമകൾ നിരന്തരം പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ബാലേട്ടൻ എന്ന സിനിമയാണ് മോഹൻലാലിന് വലിയ ഹൈപ്പ് നൽകിയത്, മോഹൻലാലിന്റെ തിരിച്ചുവരവിന് കാരണമായി മാറിയത്. ഇപ്പോൾ ദൃശ്യം 3 മോഹൻലാലിന്റെ തിരിച്ചുവരവിന് കാരണമായി മാറും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രതീക്ഷ. മലൈക്കോട്ടെ വാലിബനും ബറോസും ഉണ്ടാക്കിയ ക്ഷീണം എമ്പുരാനും ദൃശ്യം 3-യും നികത്തും എന്നുള്ളതാണ് മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിലെ വടവൃക്ഷങ്ങളാണ്, മലയാള സിനിമയിലെ വടവൃക്ഷങ്ങൾ. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടെ വർഷം തന്നെയായിരുന്നു. മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം വൻ വിജയം നേടിയപ്പോൾ മോഹൻലാൽ ചിത്രങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അതിനൊക്കെ മറുപടിയുമായി ലാലേട്ടൻ എത്തുകയാണ് ദൃശ്യം 3-യിലൂടെ. ജിത്തു ജോസഫ് അണിയിച്ചെടുക്കുന്ന ദൃശ്യം 3 മോഹൻലാൽ ആരാധകർക്ക് ഒരു വിരുന്നാകും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ജിത്തു ജോസഫ് നല്ല ഡയറക്ടറാണ്. അയാൾക്ക് പണി അറിയാം. മോഹൻലാലിനെ എങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്നറിയാം. ബറോസും മലൈക്കോട്ടെ വാലിബനും ഒക്കെ തകർന്നതിന് കാരണം അമിത പ്രതീക്ഷയാണ്. അമിത പ്രതീക്ഷയില്ലാത്ത മോഹൻലാൽ ചിത്രങ്ങൾ വിജയിച്ച ചരിത്രവും. ബാലേട്ടൻ എന്ന ചിത്രം അമിത പ്രതീക്ഷയില്ലാതെ വന്ന ചിത്രമാണ്, അത് വിജയിച്ചു. അതുപോലെ തന്നെയാണ് ദൃശ്യം. അത് മമ്മൂട്ടി അഭിനയിക്കേണ്ട സിനിമയായിരുന്നു. മമ്മൂട്ടിയാണ് അത് മോഹൻലാലിലേക്ക് കൊടുത്തത്, ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട്. അത് വലിയ ഹിറ്റായി മാറി. ദൃശ്യം ട്രെൻഡ് സെറ്ററായി മാറി. ഇപ്പോഴിതാ ദൃശ്യം 3-യുമായി ലാലേട്ടൻ എത്തുന്നു, നഷ്ടപ്പെട്ട താരമൂല്യം പിടിച്ചെടുക്കാൻ.